കോൺഗ്രസ് പവൻ ഖേരയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി ഉത്തരവിന് എതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനം. കോൺഗ്രസ് ഒറ്റക്കെട്ടായി പവൻ ഖേരയ്ക്ക് ഒപ്പമുണ്ട് എന്ന് ജയറാം രമേശിന്റെ പ്രതികരണം വരുന്നു. വിഷ്ണു വളരെ ഗൗരവതരമായ ഒരു സാഹചര്യമാണല്ലോ. പവൻ ഖേരയ്ക്കെതിരെ ഉള്ള കേസിൽ മുൻകൂർ ജാമ്യം തള്ളി എന്നത് എങ്ങനെ നേരിടും? ഇത്തരത്തിൽ രാഷ്ട്രീയമായ വിഷയം പ്രതിഫലിക്കും. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യ റിനിക്കി ബുയാറിന് 3 വിദേശ രാജ്യങ്ങളുടെ പാസ്പോർട്ട് ഉണ്ട് എന്ന ആരോപണമായിരുന്നു പവൻ ഖേര ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ആരോപണത്തിന് പിന്നാലെ അപകീർത്തിപ്പെടുത്തലിനും അതോടൊപ്പം തന്നെ വ്യാജരേഖ ചമയ്ക്കലിനും എതിരെയായിരുന്നു പവൻ ഖേരയ്ക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് തെലങ്കാനയിൽ നിന്ന് ആദ്യം ജാമ്യം എടുക്കുന്നു, ട്രാൻസിറ്റ് ജാമ്യം എടുക്കുന്നു. പക്ഷേ അത് സുപ്രീം കോടതി പിന്നീട് റദ്ദാക്കി ഗുവാഹത്തി ഹൈക്കോടതിയെ സമീപിക്കാൻ പറയുകയും ചെയ്തിരുന്നു. ഗുവാഹത്തി ഹൈക്കോടതിയാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയത്. ഇതോടുകൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കാൻ ഒരുങ്ങുന്നത് പവൻ ഖേര. പവൻ ഖേരയ്ക്ക് വേണ്ടി മനു അഭിഷേക് സിംഗ്വി ആയിരുന്നു ഹാജരായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം തന്നെ സുപ്രീം കോടതിയിലും ഈ കേസുമായി അല്ലെങ്കിൽ പവൻ ഖേരയുടെ ജാമ്യാപേക്ഷയുമായി തന്നെ പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ പവൻ ഖേരയെ ഒറ്റപ്പെടുത്തില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ജയറാം രമേശ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും പവൻ ഖേരയ്ക്കൊപ്പം പാർട്ടി ഉറച്ചു നിൽക്കുമെന്നൊരു പ്രതികരണം ജയറാം രമേശ് ട്വിറ്ററിലൂടെ നടത്തിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ പവൻ ഖേരയ്ക്കെതിരെ വലിയ പ്രചരണമാണ് അസമിൽ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെ ഇത് വലിയ ചർച്ചാ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയപരമായി തന്നെ നേരിടാനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. നിയമ പോരാട്ടം മുറിവശത്ത് നടക്കുമ്പോഴും പവൻ ഖേരയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ BJP അനുവദിക്കില്ല എന്ന നിലപാട് കോൺഗ്രസ് ആവർത്തിക്കുകയാണ്. രതീഷ്. വിഷ്ണു വിവരങ്ങൾ നൽകി.